നമുക്കിന്ന് ആദ്യമായിട്ട് ഒരു കഥ കേൾക്കാം. ആരുടെ കഥയാണ് കേൾക്കേണ്ടത്? ഈ ഭൂമിയുടെ നാഥൻ്റെ കഥ. നമ്മൾ പറഞ്ഞു, നമ്മൾ സാധാരണ ഒരു സ്ഥലത്തല്ല ഇരിക്കുന്നത്. ഇവിടെ നമ്മളിരിക്കുന്നത് ഒരു തപസ്ഥലിയിലാണ് ഇരിക്കുന്നത്, അല്ലേ? വളരെ ദിവ്യമായ ഒരു തപസ്ഥലിയിലാണ് നമ്മുടെ വാസം. ആരുടെ തപസ്ഥലിയാണ്? സാക്ഷാൽ അഗസ്ത്യ മഹർഷിയുടെ തപസ്ഥലിയാണ്. അങ്ങനെ ഭഗവാൻ അഗസ്ത്യൻ്റെ വിശേഷമായ തപസ്, വിശേഷമായ അനുഗ്രഹം സിദ്ധിച്ച ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. നമ്മളിങ്ങനെ അഗസ്ത്യൻ എന്നൊക്കെ കേൾക്കാറുണ്ട്. അഗസ്ത്യച്ചീര എന്നൊരു ചീരയുണ്ട്, അല്ലേ? അപ്പോൾ ആരാണ് അഗസ്ത്യൻ എന്ന് ചിന്തിച്ചാൽ ആരാ അഗസ്ത്യൻ? ഓരോരുത്തരോട് ചോദിച്ചാൽ ഓരോ വിധത്തിൽ പറയും, അല്ലേ? ആരാണ് അഗസ്ത്യൻ എന്ന് ഒരു വാനശാസ്ത്രജ്ഞനോട് പറഞ്ഞാൽ പറയും, ഈ സൗരമണ്ഡലത്തിലെ സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും ജാജ്വല്യമായ രണ്ടാമത്തെ നക്ഷത്രമാണ്. നമ്മൾ ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ രാത്രി കാണാൻ പറ്റില്ല. രാത്രി കാണുന്നതിൽ ഏറ്റവും ഉജ്ജ്വലമായ, ഏറ്റവും തിളങ്ങുന്ന രണ്ടാമത്തെ നക്ഷത്രമാണ് അഗസ്ത്യൻ. അതിന് ഇംഗ്ലീഷിൽ കാനോപ്പസ് എന്ന് പറയും. കാനോപ്പസ് എന്ന് പറയുന്നതായ അവർ പറയുന്നതായിട്ടുള്ള നക്ഷത്രത്തിൻ്റെ നമ്മുടെ പേര് അഗസ്ത്യൻ എന്നാണ്. എപ്പോഴെങ്കിലും കണ്ടുപിടിക്കണം, അല്ലേ? ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ ആപ്പൊക്കെ ഉണ്ട്, ഇന്ത്യൻ സ്കൈ ആപ്പ്. നോക്കിക്കഴിഞ്ഞാൽ കാണാം, അതുപോലെ തിളക്കമുള്ള അതിനെക്കുറിച്ച് കുറച്ചുകൂടെ തിളക്കമുള്ള ഒരു നക്ഷത്രം കൂടിയേ ഉള്ളൂ. കാനോപ്പസ് അഥവാ അഗസ്ത്യനാണ് ഏറ്റവും തിളക്കമുള്ള രണ്ടാമത്തെ നക്ഷത്രം. ആരാണ് അഗസ്ത്യൻ? നമ്മുടെ പുരാണങ്ങളിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന ഋഷികളിൽ ഒരാളാണ് അഗസ്ത്യൻ. അവിടുന്ന് 4 വേദങ്ങളിലും മന്ത്രമുള്ള ആളാണ്, അല്ലേ? ഓരോ ഋഷികൾ ഓരോരോ മന്ത്രങ്ങൾ ഓരോരോ വേദങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഋഗ്വേദത്തിലും യജുർവേദത്തിലും സാമവേദത്തിലും അഥർവവേദത്തിലും 4 വേദങ്ങളിലും മന്ത്രത്തെ ദർശിച്ചിട്ടുള്ള ആളാണ് അഗസ്ത്യൻ. ചെറിയ ആളെന്നല്ല, വൈദിക ഋഷിയാണ്. ഈ കാലത്തിലെ സപ്തർഷികളിൽ ഒരാളാണ് അഗസ്ത്യൻ. ഋഷിമാരിൽ ഏറ്റവും ശ്രേഷ്ഠനും ഏറ്റവും ഉന്നതനും ഏറ്റവും അഭിവന്ദ്യനുമായിട്ടുള്ള ഋഷിയാണ് അഗസ്ത്യൻ. ഒരിക്കൽ എന്തെല്ലാമോ ഭാഗ്യം കൊണ്ട് നഹുഷൻ എന്ന് പറയുന്നതായ രാജാവ്, അങ്ങേര് 100 അശ്വമേധമൊക്കെ ചെയ്ത് വലിയ പുണ്യമൊക്കെ നേടിയിരിക്കുക. അപ്പോഴാണ് സാക്ഷാൽ ഇന്ദ്രന് തൻ്റെ സ്ഥാനം വിട്ട് ഓടിപ്പോണ്ടി വന്നു. കയ്യിലിരിപ്പ് ശരിയല്ലാത്തതുകൊണ്ട് വലിയതായ ബ്രഹ്മഹത്യാ പാപം അദ്ദേഹത്തിനുണ്ടായി. അതുകൊണ്ട് അദ്ദേഹത്തിന്, ഇന്ദ്രദേവന്, തൻ്റെ സ്ഥാനം വിട്ട് ഓടേണ്ടി വന്നു. ഇപ്പം ഇന്ദ്രനില്ലാതെ, പ്രൈം മിനിസ്റ്റർ ഇല്ലാതെ ക്യാബിനറ്റ് തരാൻ പറ്റില്ല. ഇപ്പം എന്തു ചെയ്യും ആലോചിച്ചപ്പോഴേ ദേവന്മാർ കണ്ടു, ഒരാളുണ്ട്. ആരാ? ഇന്ദ്രന് തുല്യനാണ്. എന്തുകൊണ്ട്? 100 യാഗം ചെയ്ത ആളാണ്. അയാളുടെ പേരാണ് 100 അശ്വമേധം ചെയ്ത ആളാണ്. ആരാണത്? നഹുഷൻ. അപ്പോൾ വിചാരിച്ചു, എന്നാൽ ശരി, നഹുഷനെ രാജാവാക്കാം, ഇന്ദ്രനാക്കാം എന്ന് വിചാരിച്ച് കൊണ്ടുപോയി. പക്ഷേ നമ്മൾ തയ്യാറല്ലാത്ത സമയത്ത് നമുക്ക് സ്ഥാനമാനങ്ങൾ കിട്ടിയാൽ അത് നമ്മുടെ പതനത്തിന് കാരണമാവും എന്നാണ്. അപ്പോൾ ശരിയാണ്, നഹുഷൻ യാഗമൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും മനുഷ്യനാണ്. അപ്പോൾ മാനവീയമായ വിചാരങ്ങളുള്ള ആളാണ്. അവിടെ പോയി സ്വർഗത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊരാളെ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്വർഗത്തേക്ക് കൊണ്ടുപോയാൽ എന്താവും അവസ്ഥ? ഇത്രയും കാലം ഏത് ദേവന്മാരെയാണോ ആരാധിച്ചിരുന്നത്, ആ ദേവന്മാരൊക്കെ വന്നിട്ട്
നമസ്കാരമൊക്കെ പറയുക. ഇന്ദ്രൻ വരുന്നു, അല്ല അഗ്നി വരുന്നു, യമൻ വരുന്നു, വരുണൻ വരുന്നു, അവരൊക്കെ വന്ന് നമസ്കരിക്കണു. നമ്മളെ ഒന്ന് ആലോചിച്ചു, ഇത്രയും കാലം നമ്മൾ നമസ്കരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ നമ്മളെ നമസ്കരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് തലയ്ക്ക് പിടിച്ചു. തലയ്ക്ക് പിടിച്ചിട്ട് താൻ ഇന്ദ്രനായി എന്ന് തോന്നി. ഇന്ദ്രനൊന്നും ആയിട്ടില്ല അല്ലേ, താൽക്കാലികമായിട്ട് കൊണ്ടുപോയതാണ്. കുറച്ച് കാലത്തേക്ക് ഇന്ദ്രനെ കണ്ടുപിടിക്കുന്നത് വരയ്ക്ക് അവിടെ പോയിരിക്കാൻ. അപ്പോഴാണ് ഒരു ദിവസം ഇങ്ങനെ കൊട്ടാരത്തിലിരിക്കുമ്പോണ്ട് ഒരു മിന്നൽ കുടി പോലെ ഒരാളങ്ങനെ പോണ കണ്ടു. ഹൈ, അതാരാ പോണേ ചോദിച്ചു. അത് ഇന്ദ്രാണിയാണ്. ഇന്ദ്രൻ്റെ പത്നിയായിട്ടുള്ള സാക്ഷാൽ ഇന്ദ്രാണിയാണ്, ശചീദേവി. ആഹാ, ഞാൻ ഇന്ദ്രനല്ലേ, അപ്പം ഇനി എന്ത് ചെയ്യണം, അവരെൻ്റെ പത്നിയായിരിക്കണം എന്നായി തീരുമാനം. അവർ പറഞ്ഞു അതൊന്നും സാധിക്കില്ല, അയാൾ തൽക്കാലത്തേക്ക് അല്ലേ ഒരു ഭരിക്കാൻ വന്നു എന്നും വെച്ചിട്ട് അയാളെ ഞാൻ പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നിയമം അനുസരിച്ചിട്ട് ഇയാളാണ് ഇപ്പം ഇന്ദ്രൻ. അപ്പോൾ ഇന്ദ്രാണി അല്ലേ ഇന്ദ്രൻ്റെ പത്നിയായിരിക്കേണ്ട ആളാ. അപ്പം എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ദേവഗുരുവായ ബൃഹസ്പതിയോട് ആലോചിച്ചു. അപ്പം അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു കൊടുത്തു. അപ്പോഴേക്കും തന്നെ ആൾക്കാർക്ക് മടുത്തുണ്ടായിരുന്നു, ദേവന്മാർക്കൊക്കെ ഇയാളുടെ അഹങ്കാരം കൊണ്ട്. പറഞ്ഞു, അപ്പോൾ ഇന്ദ്രാണിയോട് ദൂതനെ വിട്ട് പറഞ്ഞു, എൻ്റെ പത്നിയായിരിക്കണം. ഇന്ദ്രാണി പറഞ്ഞു, അതെ, എൻ്റെ ഭർത്താവ് പണ്ട് എന്നെ കാണാൻ വരുമ്പോൾ വെറുതെ ഒന്നുമല്ല വരിക, പല്ലക്കിലേറിയിട്ടാണ് വരിക. ഓ ശരി, അതുകൊണ്ട് അങ്ങും പല്ലക്കിലേറി വരണം. അതിനെന്താ, ഇഷ്ടംപോലെ പല്ലക്കുകളുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെയുള്ള പല്ലക്കിലൊന്നും വന്നാൽ പോരാ, സപ്തർഷികൾ ചുമക്കുന്ന പല്ലക്കിൽ വേണം വരാൻ. എന്താ മോഹല്ലേ, അതിനെന്താ, ഞാൻ ഇന്ദ്രനല്ലേ. ഈ ഇന്ദ്രനെ ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണ് സപ്തർഷികൾ അല്ലേ, അഡ്വൈസറി ബോർഡാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഭരണം നടക്കുന്നത് അഡ്വൈസറി ബോർഡിലാണ്, അല്ലാതെ. അപ്പോൾ അതുപോലെയല്ല, പക്ഷേ ഇന്ദ്രനെ ഓരോരോ കാര്യങ്ങളിൽ അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സപ്തർഷികൾ. പറഞ്ഞു, ഉടനെ വിളിച്ചു, അതേ നാളെ തയ്യാറായിട്ട് വന്നോണം. എന്തിനാണ്? ഞാൻ നാളെ ശചീദേവിയുടെ അടുത്ത് പോവാ. അപ്പോൾ നിങ്ങൾ വേണം എൻ്റെ പല്ലക്ക് ചുമക്കാൻ. ഒന്നും ചെയ്യാൻ പറ്റില്ല, അതാണ് അല്ലേ. എന്തെങ്കിലും ജോലി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആരാണെന്നൊന്നും കാര്യമില്ല. യജമാനം പറയുന്നത് കേട്ട് നടന്നോളണം. അവിടെ പിന്നെ നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളും നടക്കില്ല. ഇന്ദ്രന് താഴെയാണ് അഡ്വൈസറി ബോർഡ്. അപ്പം എന്ത് ചെയ്യണം? ഇന്ദ്രൻ പറയുന്നത് കേൾക്കണം. ആ കസേരയിൽ ആര് പറഞ്ഞിരുന്നാലും കേൾക്കണം. ശരി, എന്തായാലും സപ്തർഷികളൊക്കെ വന്നു. അവരൊക്കെ ഈ പല്ലക്ക് ചുമക്കാൻ തുടങ്ങി. ഇങ്ങേര് കയറിയിരുന്നു അതിൽ. എന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പല്ലക്ക് പോണില്ല. അതിങ്ങ് വല്ല ഈ എന്താ പറയുക, ഉറുമ്പരിക്കുന്ന പോലെയാണ് ഇങ്ങനെ. അതും അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചെരിഞ്ഞുമാണ് പോകുന്നത്. ദേഷ്യം വന്നു ഇന്ദ്രനല്ല നഹുഷന്. താഴേക്ക് നോക്കിയപ്പോൾ എന്താ വെച്ചാൽ ഒരു ഭാഗം ചുമക്കുന്നത് അഗസ്ത്യരാണ്. അഗസ്ത്യൻ്റെ ശരീരം വളരെ ചെറിയ ശരീരം, വളരെ കുള്ളനായിട്ടുള്ള ആളാണത്രേ. അപ്പം അവിടുന്ന് ആണ് ഒരു സ്ഥലം ചുമക്കുന്നത്. അദ്ദേഹം ഒരു ജീവികളെയും വിഷമിപ്പിക്കില്ല. അപ്പം നടക്കുമ്പോഴൊക്കെ എന്തെങ്കിലും ഉറുമ്പ് വന്ന് അങ്ങോട്ട് മാറും, അവിടെ പഴുതാര വന്ന് ഇങ്ങോട്ട് മാറും, ഒന്നിനെയും ചവിട്ടില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഒലഞ്ഞിട്ടാണ് പോകുന്നത്. അതോ പതുക്കെ, ഒരു തിരക്കുമില്ല. ഇത് കണ്ടപ്പോൾ നഹുഷനാണെങ്കിൽ ഇന്ദ്രാണിയെ കാണാൻ ഇങ്ങനെ ഉള്ളിലെ വലിയതായിട്ടുള്ള ആശ മൂത്തിരിക്കുക. ഇങ്ങനെ ഇത് പറഞ്ഞിട്ട് നീങ്ങുന്നില്ല. അപ്പം എന്ത് ചെയ്തു? തൻ്റെ കാല് പുറത്തിട്ടിട്ട് അഗസ്ത്യനൊരു ചവിട്ടിയെന്നാണ്. എന്നിട്ട് പറഞ്ഞു, സർപ്പ 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 എന്ന് പറഞ്ഞാൽ വേഗം പോവുക എന്ന്. തിരിഞ്ഞു ഒരു കാരണം കിട്ടാൻ കാത്തു നിൽക്കുകയാണ്. സർപ്പ അല്ലേ, സർപ്പമായി പോട്ടെ എന്ന് ശപിച്ചു എന്നാണ്. അങ്ങനെ ഇന്ദ്രാണിയെ കാണാൻ പോയ ആൾ നേരെ ഗുഡും എന്ന് പറഞ്ഞ് ഭൂമിയിൽ വീണു. എന്നിട്ടോ എത്രയോ നൂറ്റാണ്ടുകൾ അവിടെ സർപ്പമായി കിടന്നു എന്നാണ്. പിന്നീട് കുറേ കഴിഞ്ഞപ്പോൾ ഭീമസേനൻ വന്നപ്പോഴാണ് ഒരു രക്ഷയുണ്ടായത്. അപ്പം അങ്ങനെ പുരാണപ്രസിദ്ധനായിട്ടുള്ള ആളാണ് ആര്? അഗസ്ത്യൻ. ഋഷികളിൽ ഞാൻ പറഞ്ഞു 4 വേദങ്ങളിലും
വേദാംഗങ്ങളിലും. നമ്മൾ അന്നത്തെ അല്ലേ ഇതിൽ കേട്ടതാണ് വേദാംഗങ്ങൾ. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഏതൊക്കെയാണ് വേദാംഗങ്ങൾ എന്ന്? ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം. 6 ഉള്ളൂ. ശിക്ഷ, കൽപ്പം, വ്യാകരണം, ഛന്ദസ്, നിരുക്തം, ജ്യോതിഷം. 7 6 അംഗങ്ങളായി. അപ്പോൾ അതിൽ പ്രത്യേകിച്ചും നിരുക്തത്തിൽ വലിയ സംഭാവനകൾ ചെയ്തിട്ടുള്ള ആളാണ് അഗസ്ത്യൻ. അങ്ങനെ വേദത്തിലും വേദാംഗങ്ങളിലും ഒക്കെ ഉണ്ട്. എങ്ങനെയാണ് ഇവിടുന്ന് അവതരിച്ചിരിക്കുന്നത്? അഗസ്ത്യനെ കുറിച്ചിട്ട്, അഗസ്ത്യ ജന്മത്തെക്കുറിച്ചിട്ട് 2 കഥകളുണ്ട് വേദത്തിൽ തന്നെ. ഒന്ന്, മിത്രാവരുണന്മാരുടെ പുത്രനായിട്ട്, മിത്രാവരുണന്മാർ എന്ന് പറയുന്നതായിട്ടുള്ള ദേവന്മാർ, അവരുടെ പുത്രനായിട്ട് ഒരു കലശത്തിൽ നിന്നുണ്ടായി എന്നാണ് ഒരു കഥ. അതാണ് അഗസ്ത്യൻ്റെ പേര് കുംഭസംഭവൻ എന്നാണ്. ഒരു ടെസ്റ്റ് ട്യൂബ് ബേബിയാണ്. ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്ന്, ഒരു കലശത്തിൽ നിന്ന്, കുംഭത്തിൽ നിന്നുണ്ടായത് കൊണ്ട് അവിടത്തേക്ക് കുംഭസംഭവൻ എന്ന് പേരുണ്ട്. മൈത്രാവരുണി എന്നും പേരുണ്ട്. വേദത്തിൽ അഗസ്ത്യനെ പറയുന്നത് മൈത്രാവരുണി എന്നാണ്. ചില മിത്രൻ്റെയും വരുണൻ്റെയും പുത്രൻ. മിത്രാവരുണന്മാർക്ക് ഒരുമിച്ചുണ്ടായ മകനാണ്. അങ്ങോട്ടും അല്ല, ഉർവശിയിൽ മിത്രാവരുണന്മാർ ഉർവശിയെ കണ്ടപ്പോൾ അവർക്ക് മോഹമുണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ടൊരു കുംഭത്തിൽ നിന്ന് ജനിക്കുകയുണ്ടായി എന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മൈത്രാവരുണി എന്ന് പേര്. പിന്നെ ചില പുരാണങ്ങളിൽ അദ്ദേഹം പുലസ്ത്യൻ്റെ പുത്രനാണ്. പുലസ്ത്യൻ്റെയും ഹവിർഭൂ എന്ന് പറയുന്നതായിട്ടുള്ള പത്നിയുടെയും പുത്രനായിട്ട് വേറെ ഏതോ യുഗത്തിൽ, അല്ലേ, ഓരോരോ യുഗങ്ങളിൽ ഓരോ പോലെയാണ് അവരൊക്കെ അവതരിക്കുക. അങ്ങനെ ഭഗവാൻ അവതരിച്ചു. ഭഗവാൻ സാക്ഷാൽ അഗസ്ത്യൻ. എന്താണ് അഗസ്ത്യൻ എന്ന് പറഞ്ഞ അർത്ഥം? അഗസ്ത്യൻ എന്നുള്ള പദമുണ്ടാവുന്നത്, ഞാൻ പറഞ്ഞു, ഏറ്റവും പ്രകാശമാനമായ നക്ഷത്രമാണ്. അജ് 5 എന്ന് പറയുന്ന ധാതു ഉണ്ട് സംസ്കൃതത്തിൽ. അജ് എന്നുള്ള ധാതു 5 എന്നാവും, അത് ജ് ഗ ആവും. അങ്ങനെയാണ് ഏറ്റവും പ്രകാശമാനമായവൻ. ഋഷികളൊക്കെ കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഒരാളിങ്ങനെ വെട്ടിത്തിളങ്ങുത്രേ. അങ്ങനെ ഋഷിമണ്ഡലത്തിൽ, നഭോമണ്ഡലത്തിൽ പ്രകാശത്തോടു കൂടിയിരിക്കുന്നവൻ, ജാജ്വല്യമാനമായവൻ എന്ന അർത്ഥത്തിൽ അജ് 5, അഞ്ജതി, അഞ്ജതി പ്രകാശയതി, പ്രകാശിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ അഗസ്ത്യൻ ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം അഗംഹന്തി, സകല പാപങ്ങളെയും ഇല്ലാതാക്കുന്നവൻ എന്നർത്ഥം. ഒരു പാപവും ഇല്ലാത്തവൻ. ശ്രീ അഗസ്ത്യനിൽ ഒരു പാപവും ഇല്ല എന്നാണ്. അദ്ദേഹത്തിന് യാതൊരു പാപങ്ങളും അദ്ദേഹത്തിലെ സ്പർശിച്ചിട്ടേയില്ല. മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും അറിഞ്ഞ് അല്ല അറിയാതെ ചെയ്യുന്ന പാപങ്ങൾ അഗസ്ത്യനെ സ്മരിച്ചാൽ അഗസ്ത്യ കൃപ കൊണ്ട് ഇല്ലാതായിത്തീരും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് അഗസ്ത്യൻ. രണ്ടാമത്തെ അർത്ഥം. ഇനി മൂന്നാമതൊരർത്ഥമുണ്ട്. ഇങ്ങനെ നമ്മുടെ ഭാരതത്തിൽ അനേകം പർവ്വതാവലികളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹിമാലയം. ഹിമാലയം അങ്ങനെ ഉയർന്നിങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ വിന്ധ്യാചലത്തിന് അസൂയ തോന്നി. വിന്ധ്യാചലം പറഞ്ഞു, ഞാനെന്താ മോശമാണോ? ഞാനും എന്തു ചെയ്യും, ഹിമാലയത്തെ പോലെ വലുതാവും എന്നും പറഞ്ഞിട്ട് വിന്ധ്യാചലം വലുതാവാൻ തുടങ്ങി. വിന്ധ്യാചലം എവിടെയാണ്? ഭാരതത്തെ ഉത്തരവും ദക്ഷിണവുമായി ഭാഗിക്കുന്നത് വിന്ധ്യാചലമാണ്. ആ വിന്ധ്യാചലം ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റും? ഒരു സൈഡ് മുഴുവൻ മഴനിഴൽ പ്രദേശമാവും. പിന്നെ മഴയൊന്നും പെയ്യില്ല. പിന്നെ രാഷ്ട്രം നശിച്ചു പോവും. പിന്നെ രാജ്യം ഭാരതമില്ലാതായിത്തീരും. അപ്പോൾ എന്തു പറ്റി? ദേവന്മാരെല്ലാവരും കൂടി അഗസ്ത്യനെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, ഭഗവാനെ അവിടുന്ന് എന്തു ചെയ്യണം? എന്തെങ്കിലും കാണണം. നമ്മൾ അഗസ്ത്യൻ്റെ വാസത്തെക്കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ പലയിടത്തും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വാസം, അഗസ്ത്യരുടെ ആദ്യത്തെ ആശ്രമം രുദ്രപ്രയാഗിലാണ്. രുദ്രപ്രയാഗ് അല്ലേ? രുദ്രപ്രയാഗിൽ അവിടുത്തെ ആശ്രമമുണ്ട്.
പിന്നെ കന്യാകുബ്ജം കേട്ടുണ്ടോ? കന്യാകുബ്ജം എന്ന് എവിടെയാണ് കന്യാകുബ്ജം? കനൗജ് എന്ന് പറയുന്നതായിട്ടുള്ള കന്യാകുബ്ജം ഏറ്റവും ഉത്തമന്മാരായ ബ്രാഹ്മണരുടെ വാസസ്ഥാനമായിരുന്നു അത്രേ. കേരളത്തിലേക്ക് കന്യാകുബ്ജത്തിൽ നിന്ന് ബ്രാഹ്മണരെ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് ആര്? പരശുരാമൻ. കന്യാകുബ്ജം കനൗജ് എന്ന് പറയുന്നതായിട്ടുള്ള അതിനടുത്ത് അദ്ദേഹത്തിന് ആശ്രമമുണ്ട്. പിന്നെ മഹാരാഷ്ട്രയിൽ 2-3 സ്ഥലത്ത് ആശ്രമമുണ്ട്. പക്ഷേ നമ്മൾ കാണുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാമായണ കാലഘട്ടത്തിൽ അഗസ്ത്യൻ എവിടെയാണ് താമസിക്കുന്നത്? അഗസ്ത്യൻ താമസിക്കുന്നത് ഗോദാവരിയുടെ തീരത്ത് ദണ്ഡകവനത്തിലാണ്. എന്താ അങ്ങനെ വരാൻ കാരണം വെച്ചാൽ ഇങ്ങനെ ഈ പർവ്വതം ഇങ്ങനെ വലുതായി വന്നപ്പോൾ എന്ത് ചെയ്തു? ദേവന്മാരെല്ലാം പ്രാർത്ഥിച്ചു, ഭഗവാനെ എന്തെങ്കിലും കാണണം, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണം. അഗസ്ത്യൻ വിന്ധ്യാചലത്തിൻ്റെ അടുത്ത് പോയി. ഇപ്പോൾ വലിയ പർവ്വതമായിട്ട് നിൽക്കുക. പറഞ്ഞു, അതേ ഉറങ്ങുകയാണോ? അല്ല. തല താഴ്ത്തടോ? അതേ ഞാൻ ചെറിയ ആളാ, എനിക്ക് ഈ പർവ്വതമൊന്നും കയറി പറയാനൊന്നും പറ്റില്ല. അവിടെ എന്ത് ചെയ്തോളൂ? താഴ്ന്നോളാൻ പറഞ്ഞു. എനിക്ക് പർവ്വതം കിടന്ന് അപ്പുറം പോകണം. ആടോ അഗസ്ത്യനാണ്. ശപിച്ചു കഴിഞ്ഞാൽ പർവ്വതമല്ല ഒരു കുന്തുണ്ടാവില്ല അവിടെ. അതുകൊണ്ട് എന്ത് ചെയ്തു? വിന്ധ്യാചലം തല താഴ്ത്തി എന്നാണ്, അതിൻ്റെ പൊക്കം കുറച്ചു. അപ്പോൾ അഗസ്ത്യൻ വിന്ധ്യാചലം കടന്നു. എന്നിട്ട് പറഞ്ഞു, ഞാനിനി തിരിച്ചു വന്നിട്ട് വലുതായാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ദക്ഷിണ ഭാരതത്തിലേക്ക് വന്നു എന്നാണ്. അവിടുന്ന് ദക്ഷിണ ഭാരതത്തിൽ വന്നതിന് പിന്നെ തിരിച്ചെന്ത് ചെയ്തിട്ടില്ല? ഉത്തര ഭാരതത്തിൽ പോയിട്ടില്ല. അതുകൊണ്ട് വിന്ധ്യാചലം ഇപ്പോഴും കുറിയ മലയായിട്ട് നിൽക്കണമെന്നാണ്. അങ്ങനെ അവിടുന്ന് ദണ്ഡകാരണ്യത്തിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അല്ലേ ശ്രീരാമചന്ദ്രൻ അവിടെ വെച്ചിട്ട് അഗസ്ത്യനെ ദർശിക്കുന്നുണ്ട്. അഗസ്ത്യൻ്റെ പത്നിയാണ് ലോപാമുദ്ര. ലോപാമുദ്ര വിദർഭ രാജകുമാരിയാണ്. ആരാ വിദർഭ? വൈദർഭി. വേറെ ആരെങ്കിലും പരിചയമുണ്ടോ വിദർഭയിലെ രാജകുമാരിമാരെ? സീതയോ? വിദർഭ, ദമയന്തി, രുക്മിണി, ഇവരൊക്കെ വൈദർഭികളാണ്. വൈദർഭി വെച്ചാൽ വിദർഭയിലെ രാജകുമാരിമാരാ. അതുമാതിരി ലോപാമുദ്രയും വിദർഭയിലെ രാജകുമാരിയായിരുന്നു. അപ്പോൾ അഗസ്ത്യൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് നേരെ വിദർഭയിലെ കൊട്ടാരത്തേക്ക് ചെന്നു. ആലോചിക്കണം, ആകെ കുള്ളനായിട്ടുള്ള ആൾ, കയ്യിൽ 5 പൈസ ഇല്ല. എന്താ ആഗ്രഹം? എന്താ? വൈദർഭിയെ അല്ലേ ലോപാമുദ്രയെ വിവാഹം കഴിക്കണം എന്നാണ് ആഗ്രഹം. അച്ഛനമ്മയും പറഞ്ഞു, വേറെ പണി നോക്കൂ അല്ലേ, എൻ്റെ മകളെ എത്രയും രാജകുമാരിയായിട്ട് എല്ലാ സുഖസൗകര്യങ്ങളും കൂടി ഇരിക്കുന്ന എൻ്റെ മകളെ കാട്ടിലേക്കൊന്നും പറഞ്ഞയക്കാൻ പറ്റില്ല. അപ്പം അഗസ്ത്യൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം അവരോട് ചോദിക്കൂ, ലോപാമുദ്രയോട് ചോദിക്കൂ, എന്നിട്ട് ലോപാമുദ്ര സമ്മതിച്ചാൽ എന്നെ വിവാഹം കഴിച്ചാൽ മതി. അപ്പം എന്താ പിന്നെ വേറെ വഴിയില്ല. അച്ഛനും അമ്മയും മകളെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അതേ ഇങ്ങനെയൊക്കെ ഒരാളൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. ചെക്കനെ ഒരു പണിയില്ല, മാത്രമല്ല കാട്ടിലാണ് വാസം. ആരാണ് ആള്? അഗസ്ത്യൻ എന്ന് പറയുന്ന ഒരാളാണ്. ഉടനെ ലോപാമുദ്ര നമസ്കരിച്ചു എന്നാണ്. എന്നിട്ട് പറഞ്ഞു, അച്ഛാ അമ്മേ, എൻ്റെ ഈ ശരീരം, അങ്ങയുടെ ധനം, ഇതൊക്കെ നശിക്കുന്നതാണ് അല്ലേ. അങ്ങിപ്പോൾ വലിയ രാജാവാണെന്ന് പറഞ്ഞിട്ടല്ലേ ഒന്നുമില്ലാത്ത അഗസ്ത്യന് വിവാഹം കഴിച്ചു കൊടുക്കില്ല പറഞ്ഞത്. അങ്ങയുടെ ധനമാകട്ടെ, എൻ്റെ ശരീരമാകട്ടെ, എൻ്റെ സൗന്ദര്യമാകട്ടെ, ഇതൊക്കെ നശിക്കുന്നതാണ്. എന്നാൽ അഗസ്ത്യൻ്റെ തപസ് നശിക്കാത്തതാണ്. നശിക്കുന്നവരായ നമ്മൾ നശിക്കാത്തതിനെയല്ലേ തേടേണ്ടത് അല്ലേ? നശിക്കുന്നവരായ നമ്മൾ തേടേണ്ടത് എന്താ? നശിക്കാത്തതിനെയാണ്. അതുകൊണ്ട് എൻ്റെ മഹാഭാഗ്യമാണ് അഗസ്ത്യർ വന്നത്. ഞാൻ അദ്ദേഹം മാത്രമേ വിവാഹം കഴിക്കുള്ളൂ. അങ്ങനെ ലോപാമുദ്ര അഗസ്ത്യനെ വിവാഹം കഴിക്കുകയും വലിയൊരു മന്ത്രദ്രഷ്ടാവായി തീരുകയും ചെയ്തു എന്നാണ്. ഈ പഞ്ചദശി അല്ലെങ്കിൽ ശ്രീവിദ്യാ സമ്പ്രദായത്തിലെ ഒരു വലിയ സമ്പ്രദായമാണ് ലോപാമുദ്രയുടെ ആദിവിദ്യ എന്ന് പറയും. ഇത്രയും വലിയതായ
ഒരു മന്ത്രദ്രഷ്ടാവായി തീർന്നു. എങ്ങനെ അഗസ്ത്യൻ്റെ പരിണയത്തിലൂടെ. അങ്ങനെ വലിയ ആളാണ്. ഇവർക്ക് ഒരു പുത്രനുണ്ടായിരുന്നു, ധൃതാസ്യു എന്ന് പറഞ്ഞിട്ട്. ഈ ധൃതാസ്യുവിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ആരുടെയാണ് മകൻ? സാക്ഷാൽ അഗസ്ത്യൻ്റെയും ലോപാമുദ്രയുടെയാണ്. അപ്പം ആലോചിച്ച് നോക്കണം അല്ലേ. ഈ അഗസ്ത്യൻ്റെയും ലോപാമുദ്രയുടെയും പുത്രനായിരിക്കുന്ന ധൃതാസ്യു ജനിച്ചത് വേദമന്ത്രം ഓതിക്കൊണ്ടാത്രേ. അദ്ദേഹം ജനിക്കുന്നത് തന്നെ വൈദിക മന്ത്രങ്ങളെ ജപിച്ചുകൊണ്ടാണ് മാതാവിൻ്റെ ഗർഭത്തിൽ നിന്ന് പുറത്തു വരുന്നത്. ആലോചിച്ച് നോക്കുക, എത്രയാണ് അത്രയും വലിയതായ അല്ലേ, വിത്തുഗുണം 10 ഗുണം അത്രയും വലിയതായിരിക്കുന്ന ഒരാളാണ് ഭഗവാൻ. അഗസ്ത്യന് 2 ഭാവങ്ങളുണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞതുപോലെ അദ്ദേഹം വൈദിക ഋഷിയാണ്. രണ്ടാമത്തെ ഭാവം അദ്ദേഹം വലിയൊരു സിദ്ധനാണ്. എപ്രകാരമാണോ ഉത്തരഭാരതത്തിലെ ആർഷസമ്പ്രദായങ്ങളിൽ അദ്ദേഹം നിഷ്ണാതനായിരുന്നത്, അതുമാതിരി ദക്ഷിണ ഭാരതത്തിലേക്ക് സംസ്കൃതിയെ കൊണ്ടുവന്നയാളാണ് ആര്? അഗസ്ത്യൻ. ഒരിക്കൽ ശ്രീ പാർവതിയും ഭഗവാനും തമ്മിൽ വിവാഹം കഴിക്കാനുള്ള സമയമായി. അപ്പോൾ എല്ലാ ദേവന്മാരും കൈലാസത്തിലെത്തിയെന്നാണ്. ദേവന്മാരും ഋഷികളും മുനികളും എല്ലാവരും. അങ്ങനെ കൈലാസത്തിലെല്ലാവരും കൂടി എത്തിയപ്പോൾ എന്ത് പറ്റി? ഭൂമി ചെരിയാൻ തുടങ്ങിയത്രേ. അപ്പോൾ ഉടനെ ശിവൻ അഗസ്ത്യനോട് പറഞ്ഞു അത്രേ, തെക്കോട്ട് പൊക്കോളാൻ. അങ്ങനെ അവിടുന്ന് തെക്കോട്ട് ദക്ഷിണ ഭാരതത്തിൽ അല്ലേ പൊതികൈ എന്ന് പറയുന്നതായ മലയിൽ വന്ന് ഇരുന്നു എന്നാണ്. അതുപോലെ കാഞ്ചിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട്, അപ്പോൾ കാഞ്ചിയിലിരിക്കുന്ന സമയത്ത് ശിവപാർവതിമാരുടെ വിവാഹം, ബാക്കിയെല്ലാവരും അവിടെയാണ്. അപ്പോൾ ശിവപാർവതിമാരുടെ വിവാഹം കാഞ്ചിയിലിരിക്കുന്ന സമയത്ത് അഗസ്ത്യനെ കാണിക്കാൻ വേണ്ടി ലൈവ് ഷോ നടത്തിയതാണ്. അവിടെ നടക്കുന്ന എല്ലാം കാഞ്ചിയിലിരുന്നു കൊണ്ട് അഗസ്ത്യൻ കണ്ടു എന്നാണ്. അതാണ് കാഞ്ചിയുടെ പ്രാധാന്യം. സപ്തപുരികളാണ് അല്ലേ, 7 പുരികളാണ് മോക്ഷത്തിന്. അതിലൊന്നാണ് കാഞ്ചി. ഈ ഭഗവാൻ അഗസ്ത്യൻ അദ്ദേഹമാണ് 18 തമിഴ് സിദ്ധന്മാരിൽ തലവൻ. അവിടുന്നാണ് അഗസ്ത്യം എന്നുള്ളത് തമിഴിൽ അഗസ്ത്യം എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രന്ഥമായിട്ട്, തമിഴ് വ്യാകരണമാണെങ്കിൽ, ശൈവസിദ്ധാന്തമാണെങ്കിൽ, പിന്നെ ഈ സിദ്ധ മെഡിസിൻസ് അല്ലേ, സിദ്ധം എന്ന് പറയുന്നതായിട്ടുള്ള ആ ആയുർവേദ പരമ്പരയാണെങ്കിൽ ഇതെല്ലാം ആരംഭിക്കുന്നത് അഗസ്ത്യനാണ്. അതുകൊണ്ട് ദക്ഷിണ ഭാരതത്തിൻ്റെ കൺകണ്ട മുനിയാണ് ആര്? അഗസ്ത്യൻ. അവിടുന്ന് അങ്ങനെ പല 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 നാടുകളിലൊക്കെ ദക്ഷിണ ഭാരതത്തിൽ പല സ്ഥലങ്ങളിലും അദ്ദേഹം ഇരുന്നിട്ടുണ്ട്, എല്ലാവരെയും അനുഗ്രഹിച്ചിട്ടുണ്ട്. അവസാനം അവിടുന്ന് ഈ നമ്മുടെ നേരെ ഓപ്പോസിറ്റുള്ളതായ അഗസ്ത്യാർകൂടത്തിലെത്തി. അവിടെ നിത്യസാന്നിധ്യമാണെന്നാണ്. അഗസ്ത്യൻ മരിച്ചിട്ടില്ല. അഗസ്ത്യൻ മറ്റു ഋഷികളെപ്പോലെയല്ല, അവിടുന്ന് അപ്രത്യക്ഷനായിട്ടില്ല. ഇപ്പോഴും അഗസ്ത്യാർകൂടത്തിൽ അദ്ദേഹം ഉണ്ട് എന്നാണ്. ആ അഗസ്ത്യാർകൂടത്തിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ആയിട്ട് അവിടുന്ന് സമാധിയായിരിക്കുന്നു. സമാധിച്ച മരണമല്ല, അവിടുന്ന് സമാധി സ്ഥാനമാണ്. 18 സിദ്ധന്മാരുടെ സമാധി സ്ഥാനങ്ങളാണ് ദക്ഷിണ ഭാരതത്തിലെ 18 പ്രധാന ക്ഷേത്രങ്ങൾ. പത്മനാഭസ്വാമി അഗസ്ത്യരുടെ സമാധിയാണെന്നാണ്. സമാധി എന്ന് പറഞ്ഞാൽ മരിച്ചു എന്നർത്ഥത്തിലല്ല, അദ്ദേഹത്തിന് നിത്യസാന്നിധ്യം ഈ അഗസ്ത്യാർകൂടത്തിലും പിന്നെ പത്മനാഭസ്വാമിയിലുമാണ് എന്നാണ്. ഇത് നമ്മുടെ ഹിന്ദുക്കളുടെ മാത്രം വിശ്വാസമല്ല. പിന്നെ ബൗദ്ധരും എന്ത് ചെയ്യുന്നുണ്ട്? അഗസ്ത്യനെ ആരാധിക്കുന്നുണ്ട്. ഈ ബൗദ്ധ സമ്പ്രദായത്തിലും അഗസ്ത്യൻ വലിയതായ ഒരു എന്താ പറയുക, ഒരു വലിയ ഋഷിയാണ് അവർക്കും. ഇനി അടുത്തു വരാനിരിക്കുന്നതായ ബുദ്ധൻ, നമുക്ക് കൽക്കി എന്ന് പറയുന്നത് പോലെ ബുദ്ധൻ ഇനിയും വരും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് അവലോകിതേശ്വരൻ. ഇനി വരാനിരിക്കുന്ന ബുദ്ധൻ്റെ പേരാണ് അവലോകിതേശ്വരൻ. എവിടെയാണ് ഈ അവലോകിതേശ്വരൻ വരാൻ പോകുന്നത്? അഗസ്ത്യാർകൂടം.
അപ്പോൾ അവലോകിതേശ്വരൻ്റെ സൂക്ഷിപ്പുകാരൻ ആണ് സാക്ഷാൽ അഗസ്ത്യർ എന്നാണ്. പിന്നെ പുരാണങ്ങളിലും ഇത്രത്തോളം കീർത്തിക്കപ്പെട്ട ഋഷികളില്ല. ഒരിക്കൽ വൃത്രാസുരനും ഇന്ദ്രനും തമ്മിൽ യുദ്ധമുണ്ടായി. വൃത്രാസുരനെ ഇന്ദ്രൻ വധിച്ചു. ഉടനെ എന്ത് ചെയ്തു? അവരെല്ലാവരും അപ്രത്യക്ഷരായി. എന്നിട്ടോ പകലൊന്നും കാണില്ല. രാത്രിയാകുമ്പോൾ ഇവരെല്ലാം പുറത്തു വന്ന് ലോകത്തെ എല്ലാവരെയും ധ്വംസിച്ചു തുടങ്ങി. നഗരങ്ങളും ഗ്രാമങ്ങളും തീയിടുക, വെട്ടിക്കൊല്ലുക, പിടിച്ചു പറിക്കുക. വലിയ ബുദ്ധിമുട്ടായി. ദേവന്മാർക്ക് ഇവരെ കാണാൻ പറ്റുന്നില്ല. ദേവന്മാർ വരുമ്പോഴേക്കും ഇവരെ കാണാണ്ടാവും. അപ്പോൾ എവിടെയാണെന്ന് അന്വേഷിച്ച് അവർക്ക് മനസ്സിലായി. എന്താ ചെയ്യുന്നത്? ഇവർ സമുദ്രത്തിൽ ഒളിക്കുക അത്രേ. സമുദ്രത്തിൽ ഒളിക്കുന്നത് കൊണ്ട് ദേവന്മാർക്ക് അവിടേക്ക് പ്രവേശിക്കാൻ പറ്റാതെയായി. അപ്പം എന്താ ചെയ്യുക? ഉടനെ അഗസ്ത്യനെ ശരണം പ്രാപിച്ചിട്ട് പറഞ്ഞു, ഭഗവാനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, ഇല്ലെങ്കിൽ ലോകം മുഴുവൻ ഇല്ലാണ്ടിയാവും. അതിനെന്താ? അദ്ദേഹം സമുദ്രത്തിൻ്റെ കരയിൽ പോയിട്ട് സമുദ്രത്തെ മുഴുവൻ പാനം ചെയ്തു എന്നാണ് ഒറ്റയടിക്ക്. സമുദ്രം ഇല്ലാണ്ടിയായി. അപ്പണ്ട് അതിൻ്റെ അടിയിലിരിക്കുന്ന ആൾക്കാരെ ആരാണ്? ഈ അസുരന്മാരൊക്കെ. അവരെ എല്ലാം ശരിയാക്കി കളഞ്ഞു ദേവന്മാരെന്നാണ്. അങ്ങനെ എന്നാലോചിച്ചു, സമുദ്രം മുഴുവൻ ആചമനം ചെയ്യാൻ കഴിവുള്ള ആളാണ്. പിന്നെ 2 അസുരന്മാരുണ്ടായ സഹോദരന്മാരാണ്, ഇല്വലൻ എന്നും വാതാപി എന്നും. നല്ല ചക്കിക്കൊത്ത ചങ്കരനാണ് രണ്ടുപേരും. ഇവർക്കൊരു ഹോബിയുണ്ട്. എന്താ ഹോബി വെച്ചാൽ, ഈ ഇല്വലൻ വാതാപിയെ കൊല്ലും. വാതാപി ഒരു ആടിൻ്റെ രൂപത്തിൽ വരും. ഇല്വലൻ എന്ത് ചെയ്യും? വാതാപിയെ കശാപ്പ് ചെയ്യും. എന്നിട്ട് അതുകൊണ്ട് നല്ല ഒന്നാന്തരം മട്ടൻ ബിരിയാണി ഉണ്ടാക്കും. എന്നിട്ട് ആൾക്കാരെയൊക്കെ വിളിക്കും, മട്ടൻ ബിരിയാണി ഫ്രീ ആയിട്ട് എല്ലാവരും കൊടുക്കും. ഇവരെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ വാതാപി എന്ന് വിളിക്കും. ഉടനെ ഇവരുടെ വയറ്റിൽ നിന്ന് വാതാപി പുറത്തു വരും. അതോടുകൂടി ഇവരുടെയൊക്കെ കഥ സ്വാഹ. അങ്ങനെ 9000 ബ്രാഹ്മണരെ കൊന്നു അത്രേ. അങ്ങനെ മട്ടൻ ബിരിയാണി കൊടുത്തു. അതുകൊണ്ടാണ് ബ്രാഹ്മണരൊന്നും മട്ടൻ ബിരിയാണി കഴിക്കാൻ പാടില്ല കേട്ടോ. കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ 9000 പേരെ കൊല്ലാക്കൊല ചെയ്തു. കൊല്ലാക്കൊലയല്ല, കൊന്നു. അപ്പോൾ വീണ്ടും ഇന്ദ്രൻ പറഞ്ഞു, അയ്യോ ഞങ്ങൾ എന്തെങ്കിലും രക്ഷിക്കണേ. അപ്പോൾ ആർക്കാ വഴി? അഗസ്ത്യനേ ഉള്ളൂ. പറഞ്ഞു, എന്തെങ്കിലും രക്ഷിക്കണം കേട്ടോ. അപ്പോൾ വിളിച്ചു. എങ്ങനെ അഗസ്ത്യൻ ആ വഴിക്കൂടി പോകുമ്പോൾ പറഞ്ഞു, ഇന്ന് ശ്രാദ്ധമാണ്, ഒന്ന് വന്നിട്ട് അങ്ങ് ഊണ് കഴിക്കണം കേട്ടോ. പിന്നെന്താ? അങ്ങ് വെജിറ്റേറിയനാണോ നോൺ വെജിറ്റേറിയനാണോ? ഞാൻ എല്ലാ വെജിറ്റേറിയനോ, എന്തും കഴിച്ചോളൂ, എല്ലാം എനിക്ക് വെജിറ്റേറിയനാണ്. ശരി, ഒന്ന് സന്തോഷം. വരൂ, ഒന്നാന്തരം മട്ടൻ ബിരിയാണി ഉണ്ട്, വരൂ. അങ്ങനെ ഇദ്ദേഹത്തെ വിളിച്ചിരുത്തി നല്ല മട്ടൻ ബിരിയാണിയൊക്കെ കൊടുത്തു. അപ്പോൾ അതൊക്കെ കഴിച്ചു. എന്നിട്ട് എമ്പക്കവും വിട്ടു. അതേപോലെ വീണ്ടും ഇല്ലും വിളിച്ചു, വാതാപി. കുറേ വിളിച്ചിട്ട് കാണാനില്ല. അപ്പോൾ ഈ അഗസ്ത്യൻ ചോദിച്ചു, ഇതെന്താ ഈ വാതാപി എന്ന് വിളിക്കുന്നത്? വാതാപി ഗണപതിയും അതാണോ? അല്ല, വാതാപി വരണില്ല. പറഞ്ഞു, വാതാപി അല്ല, അവൻ്റെ അച്ഛൻ വരെ ദഹിച്ചു പോയി എന്നാണ്. എന്നിട്ടോ ഇരുന്ന പലക എടുത്തിട്ട് ഇല്ലോലിൻ്റെ തലയ്ക്കൊരു അനുഗ്രഹവും കൊടുത്തു. അതോടെ ഇല്ലോലിനും ശരിയായി, വാതാപിയും ശരിയായി എന്നാണ്. അങ്ങനെ പല എന്താ പറയുക, ലീലകൾ ആടിയിട്ടുള്ള ആളാണ് ശ്രീരാമചന്ദ്രന്. അദ്ദേഹം വനവാസത്തിന് വന്ന സമയത്ത് അവിടുത്തേക്ക് ദിവ്യമായിരിക്കുന്ന വില്ലും ചാപ്പങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ കണ്ടതുപോലെ ശ്രീരാമചന്ദ്രൻ ആവശ്യമായിരുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? സാക്ഷാൽ അദ്ദേഹം ക്ഷീണിച്ച സമയത്ത് വന്ന് നേരിട്ട് ആദിത്യഹൃദയം ഉപദേശിച്ച് ശ്രീരാമചന്ദ്രന് നല്ല ശക്തിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അഗസ്ത്യൻ എന്നും വസിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. മറ്റു ഋഷികളിൽ നിന്ന് ഭിന്നനായി എല്ലാ കാലത്തും സാധകന്മാരെ സഹായിച്ചുകൊണ്ട് അവരെ എല്ലാവരെയും ആത്മാവിൻ്റെ ഈശ്വരൻ്റെ സിദ്ധിയുടെ മണ്ഡലങ്ങളിലേക്ക് നയിച്ചുകൊണ്ട് വസിക്കുന്നതായ മഹാത്മാവാണ് ആര്? ശ്രീ അഗസ്ത്യ മഹർഷി. അങ്ങനെയുള്ള
അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പം എന്തായാലും ഇനിയുള്ള ഒരു കുറച്ച് ദിവസം, കുറച്ച് മണിക്കൂറുകളുടെ ഉള്ളൂ. ഇന്ന് രാത്രിയൊക്കെ കുറച്ച് നേരം ഇരുന്ന് അഗസ്ത്യനെയൊക്കെ മനസ്സിൽ വിചാരിച്ച് അഗസ്ത്യൻ്റെ അനുഗ്രഹമൊക്കെ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നാളെ രാവിലെ വീണ്ടും കാണാം. ഇനി മുകളിലെ ആശ്രമത്തിൽ അല്ലേ സത്സംഗമുണ്ട്, നാമജപമൊക്കെ ഉണ്ട്. അവരുടെ ഒപ്പം നാമമൊക്കെ ജപിച്ച ശേഷം നമുക്ക് വിശ്രമിക്കാനായി പോകാം. ഹരി ഓം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.